ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഒന്നാം പ്രതി നാരായണദാസിനെ വലവീശി പോലീസ്. ബംഗളൂരുവിൽ നാരായണദാസിന്റെ ഒളിയിടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം വ്യാപക പരിശോധന നടത്തി. കേസിൽ ഷീല സണ്ണിയുടെ മകനടക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് അയച്ചു. വ്യാജ ലഹരിക്കേസിൽ ഷീല സണ്ണിയെ 72 ദിവസം ജയിലിലിട്ടു. കേസ് അന്വേഷിച്ച എക്സൈസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വലിച്ചു നീട്ടി. ഒടുവിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണമേറ്റെടുത്ത പോലീസിന്റെ പ്രത്യേക സംഘത്തിനും ഷീല സണ്ണിയെ കുടുക്കിയ നാരായണദാസ് എവിടെയെന്നറിയില്ല. ബംഗളൂരുവിൽ നാരായണദാസിന്റെ ഒളിയിടങ്ങളിൽ അടക്കം പ്രത്യേക അന്വേഷണ സംഘം വ്യാപക പരിശോധന നടത്തി. നാരായണദാസിന്റെ പേരിലുള്ള വ്യാജ പാസ്പോർട്ടും ഇതിനിടെ കണ്ടെത്തി. ഇത് 2022 എടുത്തതെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കേസിൽ ഷീല സണ്ണിയുടെ മകനടക്കം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പോലീസ് നോട്ടീസ് അയച്ചിട്ടുണ്ട്. മരുമകളുടെ സഹോദരി, മരുമകളുടെ മാതാവ്, പിതാവ് എന്നിവരും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ഏപ്രിൽ 2 ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഷീല സണ്ണിയുടെയും മകൻ സംഗീത് സണ്ണി അടക്കം ഒളിവിലാണ്. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം.